ഹലോ മിസ്റ്റർ പെരേര ഗൈസ്. ഞാനേ ഖൈസിൻ്റെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. ദേവപ്രിയ ഉണ്ടല്ലോ, ദേവപ്രിയ ചാടിപ്പോയതാണ് ഖൈസിനെ സംബന്ധിച്ച ഖൈസിനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. എന്താ സംഭവം? ദേവപ്രിയനെ നിങ്ങൾക്ക് അറിയണ്ടോ ഇല്ലേ എനിക്കറിയില്ല. എനിക്കറിയില്ലായിരുന്നു കേട്ടോ, കാര്യം അറിയില്ലോ. ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ തപ്പി നോക്കി. അപ്പോൾ സംഗതി എന്താ വെച്ചാൽ, ദേവപ്രിയ എന്നുള്ള പേരിൽ കുറേ അക്കൗണ്ടുകളൊക്കെ ഉണ്ട്. ഈ 36 മോന്ത വെച്ചിട്ടുള്ള ഒരു അക്കൗണ്ടൊന്നും അതിൽ കാണാനില്ല. അപ്പോൾ എനിക്ക് കുറച്ച് സംശയങ്ങൾ തോന്നി കേസ്. എന്താണ് സംഭവം? സംഗതി ഇതാണ്. 19 വയസ്സുള്ള ഇൻഫ്ലുവൻസർ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേക്ക് ഇൻഫ്ലുവൻസർ ആവുമല്ലോ. സംഗതി ശരിയാണ്. നമ്മൾ പറയുന്ന ഓരോ വാക്കിനും ഓരോ ആക്ഷനും ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. ആ ഒരു വിശാലമായ അർത്ഥത്തിൽ നോക്കുമ്പോൾ എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സാണ് അല്ലേ, എല്ലാ മനുഷ്യരും. അപ്പോൾ ഇവിടെ 19 വയസ്സുള്ള അടിപൊളി റീൽസൊക്കെ ചെയ്യുന്ന, ട്രോള് വീഡിയോ ഒക്കെ ചെയ്യുന്ന, സൊസൈറ്റിയിലെ കാര്യങ്ങളെയൊക്കെ വളരെ തമാശ രൂപത്തിൽ, സീരിയസ് ആയ കാര്യങ്ങളെ തമാശ രൂപത്തിൽ അവതരിപ്പിക്കുന്ന 19 വയസ്സുള്ള ഒരുത്തി, അതാണ് ദേവപ്രിയ. ദേവു എന്ന് വിളിക്കണം എന്നാണ് പറയണത്. എനിക്കറിയില്ല കേട്ടോ, ഞാൻ കൈസിൻ്റെ വീഡിയോ കണ്ടപ്പോഴുണ്ട്. പിന്നെ 2-3 പേര് ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ട് ഇതിനെക്കുറിച്ച് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലെ കുറച്ച് സദാചാരം ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഫേക്ക് പുരോഗമനമൊക്കെ വെച്ചിട്ടുള്ള ഖൈസിൻ്റെ തള്ളൽ സഹിക്കാൻ പറ്റാണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചാണ് കേസ്. ഖൈസിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ, 19 വയസ്സുള്ള ഒരുത്തി 31 വയസ്സുള്ള ഒരുത്തൻ്റെ കൂടെ ചാടിപ്പോയി കല്യാണം കഴിച്ചു. ഇതാണോ അവൻ്റെ പ്രശ്നം? അവൻ പറയണത് 19 വയസ്സുള്ള ഒരു പെണ്ണാണ്, 31 വയസ്സുള്ള ഒരു ചെക്കനാണ്, അങ്ങനെ കല്യാണം കഴിക്കാൻ പാടുണ്ട്. അങ്ങനെ കല്യാണം കഴിച്ചുള്ള പ്രശ്നം എന്താണ് കേസ്? 19 വയസ്സ് പറഞ്ഞാൽ ലീഗൽ മാരേജ് അല്ലേ, 31 വയസ്സ് എന്ന് പറഞ്ഞാൽ ലീഗൽ മാരേജ് അല്ലേ? ഈ പെണ്ണും ചെക്കനും തമ്മിൽ 12 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അതിനിപ്പോൾ എന്താ പ്രശ്നം? ലീഗലി മാരേജ് ചെയ്യാനുള്ള ഏജിലെത്തിയ 2 പേര് കല്യാണം കഴിച്ച ഇവിടെ ആൾക്ക് എന്താ പ്രശ്നം? പിന്നെ ഓളാണെങ്കിൽ വക്കീലാവാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുക. അവൾ LLB ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിഞ്ഞത്. പിന്നെ ഇവിടെ ഇപ്പോൾ ആർക്കാ പ്രശ്നം? ഖൈസിൻ്റെ ഈ സദാചാര മലരികൾ വർത്താനൊക്കെ കൊണ്ടുപോയിട്ട് ആറ്റിലെറിയേണ്ട ടൈം കഴിഞ്ഞ് കേസ്. നാട്ടുകാരുടെ ജീവിതത്തിൽ കയറിയിട്ട് അത് അങ്ങനെ ഇങ്ങനെ മറ്റോളായിട്ട് റിലേഷൻഷിപ്പ് 65 വയസ്സുകാരിയോട് ചെയ്തത് കണ്ടു. 45 വയസ്സിനും 65 വയസ്സുള്ള ആൾ തമ്മിൽ കുൽസിതം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോ വീഡിയോസ്. എന്താ അവന്മാരൊക്കെ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവത്ത്. TT ഫാമിലിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവർ 16 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് ചെക്കനും പെണ്ണും തമ്മിൽ. പെണ്ണിന് ചെക്കനേക്കാൾ 16 വയസ്സ് എന്തോ വ്യത്യാസമാണ്. അതിനെക്കുറിച്ച് കുറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഏകദേശം ഇതുപോലുള്ളൊരു കണ്ടൻറ്റ് വന്നിരുന്നു. പിന്നെ ഇവർ പറയുന്നത് വെച്ചാൽ 19 വയസ്സെന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താ പറയുക, പതറി നടക്കുന്നൊരു സ്റ്റേജായിരിക്കും ഇത്രയും. അതായത് ഡെസിഷൻ എടുക്കാൻ പറ്റൂല. അപ്പോൾ ഈ 31 വയസ്സുള്ള ബനാണ് ഈ പ്രശ്നക്കാരൻ മുഴുവൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 19 വയസ്സുള്ള പെണ്ണുങ്ങളെന്നും കല്യാണം കഴിപ്പിച്ച് വിടരുത്. ഇവിടെ കല്യാണം കഴിപ്പിച്ച് വിടുന്നില്ലേ? +2 കഴിഞ്ഞ ഉടനെ ഒരു 18 വയസ്സായ ഉടനെ ഇവിടെ ഒരുത്തൻ്റെ മണ്ടയിലാക്കാനോ അല്ലെങ്കിൽ പെണ്ണിനെ കെട്ടിച്ചു വിടാനോ എന്തോ വലിയത് എന്നുള്ള രീതിയിൽ വിചാരിക്കുന്ന ഒരു കൂട്ടം ആങ്ങളമാരും മാതാപിതാക്കളും ഒക്കെ ഉള്ളൊരു സമൂഹത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വർത്താനായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുമല്ല, പെണ്ണ് ചാടി പോയപ്പോൾ ഇത് പലർക്കും സഹിക്കണില്ല. അതായത് ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ഇങ്ങനെ ആക്കുമ്പോൾ ഇത് കാണുന്ന ആൾ സിംഗിളാണല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടായിരിക്കും. അത് ആൾ സിംഗിളല്ല, അപ്പോൾ കല്യാണം കഴിഞ്ഞു എന്നറിയുമ്പോഴുള്ള ഒരു 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 എന്താ പറയുക, എന്തോ ഒരു സംഗതിയാണ് ഇവിടെ തീർക്കണത് എന്നാണ് കേസ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ വീഡിയോയിലൂടെ ഇങ്ങനെ പറയുന്ന ആളുകൾ, അങ്ങനെ കമൻറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ. പിന്നെ പലരും പറയുന്ന സാധനം വെച്ചാൽ 31 വയസ്സുള്ള ചെക്കൻ എന്തുദ്ദേശം വെച്ചിട്ട് ഓളെ കെട്ടി കല്യാണം കഴിച്ച് ജീവിക്കാൻ വേറെന്ത് ഉദ്ദേശം? നിയമപരമായിട്ട് കല്യാണം കഴിച്ചല്ലേ. പിന്നെ ഇവർ അറിയുന്നവരാണ്, അല്ലാണ്ട് ചോണിച്ച് ബുദ്ധിമുട്ടി അങ്ങോട്ട് വലിച്ച് കൊണ്ടുപോയതല്ല കഴിച്ചേ. പിന്നെ എന്ത് പ്രശ്നം? പിന്നെ ഓൻ സൈക്കോളജിസ്റ്റാണ്, ഓൻ നോക്കിക്കോളും. അതുപോലെ ഓൾക്കും സോഷ്യൽ മീഡിയയും അതൊക്കെ ആയിട്ട് ഇവർക്ക് അങ്ങനെ ഒരു കരിയർ ഉണ്ടായിരിക്കും. മനസ്സിലുണ്ടോ? നാട്ടുകാർ എന്തിനെങ്ങനെ സങ്കടപ്പെടുന്നത്? അതേപോലെ രജിസ്റ്റർ മാരേജ് ഒക്കെ ചെയ്തല്ലേ നിയമപരമായിട്ടുള്ള ഒരു സ്ട്രെങ്ത്തും ഉണ്ട് അവരുടെ റിലേഷൻഷിപ്പിന്. പിന്നെ ഓൾ പറയുന്നുണ്ട് 17. പിന്നെ വേറെ ഒരു പോയിന്റ് ഇതിൽ പറഞ്ഞു, ഖൈസ് പറഞ്ഞു 17 വയസ്സിൽ, അതായത് ഇവളുടെ ഏട്ടൻ ഒരു പോസ്റ്റ് ഇട്ടു അത്രേ, 17 വയസ്സിൽ പ്രപ്പോസ് ചെയ്തു എന്ന്. അപ്പോൾ 18 വയസ്സ് താഴെയെന്ന് പറഞ്ഞാൽ കുട്ടിയായിട്ടല്ലേ കരുതുക. 29 വയസ്സ് ആ ചെക്കനുള്ളപ്പോൾ, ചെങ്ങായിക്കുള്ളത് ഉള്ളപ്പോൾ 17 വയസ്സുള്ള എൻ്റെ അനിയത്തീനെ എന്ന് വെച്ചാൽ ഇവർ സുഹൃത്തുക്കളായിരുന്നു. ഈ 2 ചെക്കന്മാർ തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു. അതാണ് സംഭവം. അപ്പോൾ ഇത്രയും പ്രായമുള്ള ഒരുത്തൻ പ്രപ്പോസ് ചെയ്തു എന്നൊക്കെ പറയുന്നത്. കുട്ടികളോടുള്ള ക്രൂരത ഇതിനൊക്കെ നമ്മൾ എതിരാണ് കേട്ടോ. ഒരു തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാനിവിടെ പറഞ്ഞിരുന്നൊരു കാര്യം, ഇവിടെ നിയമപരമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് ആ പെണ്ണ് പറഞ്ഞില്ലേ. 18 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഇവർ കല്യാണം കഴിച്ചത്.
വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇവർ സുഹൃത്തുക്കളായിരുന്നു 18 വയസ്സ് വരെ എന്ന് പറയുന്നു. അത് അംഗീകരിക്കാൻ നമുക്ക് എന്താ പ്രശ്നം? ലീഗലി മാരേജ് ചെയ്യാനുള്ള ഏജ് ആയിട്ടുള്ള 2 പേര് കല്യാണം കഴിച്ചു. അത്ര സിമ്പിളായിട്ട് എടുക്കാതെ ഇതിപ്പോൾ അതിനപ്പുറത്തേക്ക് എന്താ പറയുന്നത്. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ ദേവപ്രിയ എന്ന് പറയുന്ന പെണ്ണിൻ്റെ ആങ്ങളുണ്ടല്ലോ, അവൻ എവിടെ പോസ്റ്റ് ഇട്ടിരുന്ന് ഇവളുടെ പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞത് ഇവളുടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടാണ്. ഇവളുടെ സോഷ്യൽ മീഡിയയിലെ പാസ്വേഡൊക്കെ അറിഞ്ഞിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കണത്. എന്ത് ഉളുപ്പില്ലാത്തവനോ അവൻ, എനിക്കത് മനസ്സിലാവാത്ത കേസ്. വേറെ ആളുടെ സോഷ്യൽ മീഡിയയുടെ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ വെച്ചിട്ട് ഇവൻ ലോഗിൻ ചെയ്തിട്ട് ഇപ്പം പോസ്റ്റ് ചെയ്യുക. അപ്പോൾ അവളുടെ ഒരു ഐഡൻറ്റിറ്റിയോ എന്നിട്ട് ഇവൻ സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കണോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഒക്കെ ശരിയായിരിക്കും. വേറെ ആളുടെ സോഷ്യൽ മീഡിയ ഇത് ഉപയോഗിക്കണോ? അപ്പോൾ ഇവൻ എന്ത് ഉളുപ്പുണ്ട്, എനിക്കതാ മനസ്സിലാവാത്ത. ഇവൻ പറയുന്നത് ശരിയാണോ? അപ്പോൾ ഞാൻ ആ സോഷ്യൽ മീഡിയ നോക്കിയപ്പോൾ ആ അക്കൗണ്ട് തന്നെ കാണാമല്ലോ കേട്ടോ. ചിലപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും. അവൾക്ക് ഇനി അങ്ങനെ ഒരു ഇത് വേണ്ട ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും. നിങ്ങളങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്ത് വേറെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് അവൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വമ്പം വൈറലാവും. ഒരുപാട് വീഡിയോസ് അവർക്ക് ഇൻ്റർവ്യൂസും ഒക്കെ കിട്ടും. ഓരോ ഇൻ്റർവ്യൂവിന് 20,000, 20,000, 25,000, 50,000 ഒക്കെ വെച്ചിട്ട് കയറും പൈസ, കാശ്, രൂപ. അപ്പോൾ അവർക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടുകയും ചെയ്യും, അവരെ കരിയർ അടിപൊളിയാവുകയും ചെയ്യും. അപ്പോൾ ഇവർ ഈ ആങ്ങളെ പ്രതികാരം ചെയ്യുകയാണോ? നീ എന്തെങ്കിലും ഉദ്ദേശിക്കണത്? അവളെ ഭ്രഷ്ട് കൽപ്പിച്ചോ? വീട്ടിൽ നിന്ന് പുറത്താക്കിയോ? നല്ല ഉത്തരവാദിത്തമാണല്ലോ നിങ്ങൾക്ക് അല്ലേ? അല്ല പുറത്താക്കിയോ? എനിക്ക് അറിയില്ല കേട്ടോ. ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? അവളായിട്ട് ഒരു ബന്ധമില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ആ ചെങ്ങായിയുടെ, അതായത് ദേവപ്രിയയുടെ കെട്ടിയോൻ്റെ, ദേവപ്രിയ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പവർഫുള്ളായ രീതിയിൽ ഒരു പോസ്റ്റ് മറുപടിയായിട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്, എന്നെ നെഗറ്റീവായിട്ടൊന്നും ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു 18 വയസ്സ് വരെ. അതിന് ശേഷം ഞങ്ങൾ കല്യാണം കഴിച്ചു. 2 പേർക്ക് ഇഷ്ടമായിരുന്നു. ഭർത്താവിൻ്റെ വീട്ടുകാർ നല്ല സപ്പോർട്ടുണ്ട്. പിന്നെ കഴിച്ചിട്ട് ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ആ കല്യാണ ദിവസം, ഇവർ കല്യാണം കഴിഞ്ഞ ദിവസം, അതായത് ഇവിടെ കോളേജിൽ നിന്ന് ചാടിപ്പോയത് അത്ര ചെക്കൻ്റെ കൂടെ. എന്താണ് ചാടിപ്പോവുക? എന്താ ഉദ്ദേശിക്കുന്നത്? ചാടിപ്പോകാറ് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഹൈ ജമ്പ് ചാടാൻ പോലെ ചാടിയിട്ടാണ് പോവുക. വേലിയൊക്കെ എടുത്ത് ചാടിയിട്ട്, മതിലെടുത്ത് ചാടിയിട്ട്, അങ്ങനെയാണ്. ഏത് കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കണം? ഒരു ആണിനും പെണ്ണിനും ഇഷ്ടമായിരുന്നു, അവർ പോയി കല്യാണം കഴിച്ചു, അത്രയേ ഉള്ളൂ. അത് പെണ്ണിൻ്റെ വീട്ടുകാർക്ക് സപ്പോർട്ടില്ലായിരുന്നു, ചെക്കൻ്റെ വീട്ടുകാർക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു, കല്യാണം കഴിച്ചു. അപ്പോൾ പറയണത് ആ ചെക്കൻ്റെ വീട്ടുകാർ ഫോൺ എല്ലാവരും സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. അതിന് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചെന്താ പ്രശ്നം? സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാനുള്ള ഒരു സ്വാതന്ത്ര്യ അവകാശം ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ, ഇന്ത്യൻ പൗരർ എന്ന രീതിയിൽ അവർക്കില്ലേ? എന്താ പ്രശ്നം? അവർ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. വേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവേണ്ട വെച്ചാൽ ഇവർ ചിലപ്പോൾ പോയിട്ട് ട്രാക്ക് എവിടെ നിന്നൊക്കെ ട്രേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പറഞ്ഞ മാതിരി വിളിച്ച് ചെല്ലി ചെയ്ത് വെറുപ്പിക്കുന്നുണ്ടാവും. അപ്പോൾ കല്യാണം കഴിയിട്ടാൽ വിചാരിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞാൽ അവർക്ക് ഒരുമിച്ച് ജീവിക്കുന്നു, അവർ ഹാപ്പിയായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കണം. പിന്നെ വേറെ ചില കൈസ് പറഞ്ഞ ഒരു കൊല്ലം കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി എന്നൊക്കെ. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എന്താ പ്രശ്നം? ഇവർ നിയമപരമായിട്ട് കല്യാണം കഴിച്ചല്ലേ. ഇനിയിപ്പോൾ ഒരു ഡിവോഴ്സ് ആവുകയാണെങ്കിലും നിയമത്തിൻ്റെ ഒരു പരിരക്ഷ ഉണ്ടായിരിക്കും. അത് കൈസ് സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന നിലപാടുകളുടെയും നമ്മുടെ തീരുമാനങ്ങളുടെ റിസൾട്ട് നമ്മൾ അനുഭവിക്കും. ചിലപ്പോൾ പോസിറ്റീവായ കാര്യമായിരിക്കും, ചിലപ്പോൾ നെഗറ്റീവായതായിരിക്കാം, ചിലപ്പോൾ നമുക്ക് പണി പാളി തോന്നുന്നുണ്ടായിരിക്കാം. നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട മനുഷ്യനല്ലേ. അപ്പം നമ്മൾ അങ്ങനെയൊക്കെയാണ് ജീവിതം, ഇങ്ങനെയൊക്കെയാണ്. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. എന്തായാലും ഇഷ്ടപ്പെട്ട ഒരാളെ അവൾ കല്യാണം കഴിച്ചു എന്നുള്ളതുകൊണ്ട് ഞാൻ അവളിനെ കുറ്റം പറയൂല കേട്ടോ. അത് അവൾ നല്ലത് ചീത്തയിലും അവൾ അനുഭവിച്ചോളൂ. പിന്നെ സൈക്കോളജിസ്റ്റൊക്കെ അല്ലേ, പിന്നെ വീട്ടുകാരെ സപ്പോർട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ, അവർ ജീവിച്ചോട്ടെ, നല്ല അടിപൊളിയായിട്ട് ജീവിക്കട്ടെ, ഇവർ സന്തോഷം. അല്ലാണ്ട് ഈ പെണ്ണ് പിന്നെ എന്താ പറയുക 12 വയസ്സിൻ്റെ വ്യത്യാസമല്ല പറഞ്ഞിട്ടൊന്നും ഇങ്ങനെ കൊണ്ട് ഒരു കാര്യമില്ല. ഇവിടെ ഇപ്പോൾ പെണ്ണിന് 80 വയസ്സും ചെക്കന് 22 ആണ് വിചാരിക്കുക, അവർ കല്യാണം കഴിക്കുക. അല്ലെങ്കിൽ ചെക്കനൊരു 80 വയസ്സും പെണ്ണിനൊരു 19 വയസ്സാണെങ്കിൽ അവർ കല്യാണം കഴിക്കാം. കാരണം നിയമപരമായിട്ടുള്ള മാരേജബിൾ ഏജ് ആയിട്ടുള്ള 2 വ്യക്തികൾക്ക് കല്യാണം കഴിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നിയമവ്യവസ്ഥ കൊടുക്കുന്നുണ്ട് ഗൈസ്. അതിലിപ്പോൾ ഗൈസ് ഇങ്ങനെ സങ്കടപ്പെടേണ്ട ഒരു കാര്യം ഇവിടെ ഇല്ല. ഊളത്തരാണ് ഗൈസിൻ്റെ വീഡിയോസിൽ പലപ്പോഴും. അതായത് ഇങ്ങനെ പറയില്ലേ, നമ്മളങ്ങനെയൊക്കെ പറഞ്ഞാൽ അധിക്ഷേപിക്കുന്നില്ല. ഒരു പണിയില്ലാത്ത ആളുകൾ ഇങ്ങനെ കുറ്റം പറയില്ല. അവൻ ചാടിപ്പോയിട്ട് മറ്റുള്ളവർ കുലിച്ചിതായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവൾ പിഴയാണ്, അവൻ പിഴയാണ് എന്നൊക്കെ പറയില്ല ചില ആളുകൾ. അപ്പോൾ അതുപോലുള്ളൊരു സാധനമാണ് തോന്നുന്നത് കേസ്. എന്തായാലും കേസിൻ്റെ വീഡിയോ കണ്ടിട്ടേ എന്താ ഭയങ്കര. പിന്നെ പറയാം, റിയൽ വേൾഡും തമ്മിൽ വ്യത്യാസമുണ്ട്. സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ല ശരിക്കുള്ള ലോകം. ഇവരെന്താ ഉദ്ദേശിച്ചു? ഒരാൾ സോഷ്യൽ മീഡിയയിൽ 10 അടിപൊളി വീഡിയോ ചെയ്തു എന്നുള്ളതുകൊണ്ട് അങ്ങനെ ജീവിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളൊക്കെ അവരിങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നത് കാണുമ്പോൾ അവരുടെ ശരിക്കുള്ള ജീവിതം അങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ?
അങ്ങനെയൊന്നുമില്ല കേസ്. ഇപ്പോൾ ഒരാൾ നല്ലത് മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ കാണിക്കണമെങ്കിൽ അയാളുടെ ശരിക്കുള്ള ലൈഫ് എപ്പോഴും നല്ലത് മാത്രം മിക്സ് ചെയ്ത ജീവിതമായിരിക്കണം, അങ്ങനെ നല്ലത് മാത്രമേ അയാൾ ചിന്തിക്കുള്ളൂ പറയുന്നു. ഒന്നുമില്ല, ചിലപ്പോൾ പച്ചത്തറി വിളിക്കേണ്ടി വരും ജീവിതം ഇങ്ങനെയൊക്കെയാണ് കേസ്. പിന്നെ ഒരാൾക്ക് അവനവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ കല്യാണം കഴിക്കാനും ഒരുമിച്ച് ജീവിക്കാനൊക്കെ ഉള്ള നിയമപരമായ രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ജീവിതം ജീവിക്കാൻ എല്ലാവർക്കും ഇവിടെ അവകാശവും സ്വാതന്ത്ര്യമുണ്ട്. അത് മനസ്സിലാക്കുക. അല്ലാണ്ട് ചുമ്മാ ഒരാൾ ചാടിപ്പോയി അങ്ങനെ ഇങ്ങനെ 31കാരനൊപ്പം 19 വയസ്സുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വീട്ടുകാരുടെ എന്താ പറയുക താല്പര്യങ്ങൾക്കെതിരായി ചാടിപ്പോയി എന്നൊക്കെ പറയുന്നത് എന്താ ഇത്ര ഇതിന് മാത്രം എന്താണ് ഇതൊക്കെ ഇത് വലിയ കാര്യമുള്ളതാണ് കേസ് മനസ്സിലാവാത്തത്. എന്തായാലും നന്നായിട്ടുണ്ട്. ഖൈസിൻ്റെ ഊളത്തരങ്ങൾക്ക് ഇനിയും കാത്തിരിക്കുന്ന ഖൈസ് മാത്രമല്ല കുറേ എണ്ണം ഉണ്ട്.